ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെയ്യം കാണുക, ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെയ്യക്കോലത്തിന്റെ കുറേയേറെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, വളരെ സുപരിചിതയായ വസൂരിമാല തെയ്യം. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ തെയ്യത്തിന് പലവിധ വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് രോഗമൂർത്തികൾ എന്ന വിഭാഗം. അതിൽപ്പെട്ട ഒരു തെയ്യമാണ് വസൂരിമാല. രോഗം സൃഷ്ടിക്കുന്നതും ഇല്ലാതാക്കുന്നതും മനുഷ്യന്റെ മനസ്സ് തന്നെയാണ് എന്ന ജ്ഞാന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം വസൂരിമാലയെ പോലുള്ള തെയ്യക്കോലങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക. രോഗദേവതയായ വസൂരിമാല വസൂരി രോഗം സൃഷ്ടിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ദേവതയാണ്. ദേവതയുടെ കോപം രോഗത്തിന്റെ സൃഷ്ടിക്കും, ദേവതാ പ്രീതി രോഗനാശത്തിനും കാരണമാവുന്നുവെന്ന് ജനവിശ്വാസം. സാധാരണ തെയ്യാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അരിപ്പറയാണ് ഇതിലെ പ്രധാന വാദ്യം. വസൂരിമാലയുടെ പുരാവൃത്തത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ദാരികവധത്തിന് ശേഷം കാളിയുടെ അടുത്തെത്തിയ ദാരിക പത്നിയായ മനോദരിക്ക് ഭൂലോകത്ത് പോകാനും നല്ലവളായി തിരിച്ചു വരാനുള്ള അനുഗ്രഹമാണ് കാളി നൽകിയത്. വഴിയിൽ ഒരു വൃദ്ധരോഗിയെ കണ്ടുമുട്ടുമെന്നും അദ്ദേഹത്തിന്റെ തല മുതൽ കാലുവരെ നാവുകൊണ്ട് നക്കി സുഖപ്പെടുത്തിയാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുമെന്നും കാളി അരുളി ചെയ്തു അത്രേ. വൃദ്ധരോഗിയെ കണ്ടെത്തിയ മനോദരി മേലാസകലം നക്കി സുഖപ്പെടുത്തി മുഖത്തെത്തിയപ്പോഴാണ് രോഗി സ്വന്തം സഹോദരനാണെന്ന സത്യം മനസ്സിലാക്കുന്നത്. സഹോദരന്മാർ അന്യോന്യം മുഖം ചേർക്കുന്നത് ഉചിതമല്ലാത്തതിനാൽ മുഖത്തുള്ള രോഗം മനോദരിക്ക് സുഖപ്പെടുത്താനായില്ല. അതുകൊണ്ടാണത്രേ വസൂരി രോഗം വന്നവർക്ക് കഴുത്തിന് മുകളിൽ ഒരു കലയെങ്കിലും അവശേഷിക്കുന്നത്. ഈ സഹോദരൻ മറ്റാരുമല്ല, തെയ്യക്കളത്തിലെ ഒരു പ്രധാന മൂർത്തിയായ ഘണ്ടാകർണനാണ്. ദുഷ്ടരെ ശിക്ഷിക്കുന്നതിനും ശിഷ്ടരെ രക്ഷിക്കുന്നതിനും വേണ്ടി മലനാട്ടിലെത്തിയ വസൂരിമാലയെയും ഒന്നുകുറെ 40 മാന്ത്രിക മൂർത്തികളെയും തെയ്യാട്ടത്തിലൂടെയും കർമ്മത്തിലൂടെയും അവതരിപ്പിക്കുമ്പോൾ കൂട്ടായ്മക്ക് കിട്ടുന്ന ഊർജമുണ്ട്. അത് വളരെ വലുതാണ്. വസൂരി പോലുള്ള രോഗങ്ങളെ വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരു കാലത്ത് ജനത. ഈ ഭയത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ ആവണം ഇതുപോലുള്ള മൂർത്തികളെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക. രോഗത്തിന്റെ ഉച്ചാടനം തെയ്യക്കളത്തിൽ വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുന്നുമുണ്ട്. തെയ്യത്തിന്റെ വെള്ളാട്ടം മറനീക്കി 4 ദിക്ക് തൊഴുത് അഷ്ടദിക്ക് പാലവന്മാരെ വന്ദിച്ച് പീഠത്തിൽ കയറിയുള്ള ആട്ടം കഴിഞ്ഞാൽ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അരിചാർത്തൽ. തെയ്യം കാണാനെത്തുന്ന ഭക്തർ തന്റെ കയ്യിലുള്ള അരിമണി തെയ്യത്തിന്റെ മുടിക്ക് നേരെ എറിയുന്നതാണ് അരിചാർത്തൽ ചടങ്ങ്. ഇത് കേവലം ചടങ്ങ് എന്നതിലപ്പുറം രോഗോച്ചാടനം തന്നെയാണ്, അല്ലെങ്കിൽ ബാധോച്ചാടനം തന്നെയാണ്. തന്നിലുള്ള രോഗവും ബാധയുമെല്ലാം തെയ്യത്തിൽ സമർപ്പിക്കുന്നുവെന്ന് സങ്കല്പം. തെയ്യത്തിന്റെ രൂപവും അതിനനുസൃതമായി തന്നെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരേ സമയം ഉഗ്രമൂർത്തിയുടെയും ശാന്തമൂർത്തിയുടെയും ഭാവങ്ങളും അണിയലങ്ങളും തെയ്യത്തിൽ പ്രകടമാണ്. വായയുടെ ഇരുവശത്തേക്കും ഉയർന്നു നിൽക്കുന്ന എകിറും കണ്ണെഴുത്തുമെല്ലാം ഉഗ്രമൂർത്തി ഭാവം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മുഖത്തുള്ള ഭാവവും ചടങ്ങുകളെല്ലാം തന്നെ ഒരു കൂട്ടത്തെ മുഴുവനും, കൂട്ടായ്മയെ മുഴുവനും അനുഗ്രഹിക്കുന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് അനുഭവവേദ്യമാവുക. ചുവപ്പ് വർണ്ണത്തിലുള്ള ഉടയാടകളുടെ അതിപ്രസരം ഭഗവതിയുടെ ശക്തിയും അതുപോലെ തന്നെ ഊർജവും വ്യക്തമാക്കുമ്പോൾ കഴുത്തിൽ നിറയെ തൂങ്ങിക്കിടക്കുന്ന മുല്ലമാലയിലെ വെളുപ്പ് നിറം സമാധാനത്തിന്റെയും ശാന്തതയുടെയും പ്രതീകമാകുന്നു. രോഗമൂർത്തിയായ ഈ അമ്മദൈവം ഒരു കൂട്ടായ്മയുടെ മുഴുവൻ കാവലാളായും രോഗാദി ദുരിതങ്ങളെയും ഒരു ജനതയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയത്തെയും ഇല്ലാതാക്കി സന്തോഷവും സമാധാനവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന മൂർത്തിഭാവത്തിലാണ് തെയ്യക്കളത്തിൽ എത്തുന്നത്. വസൂരി രോഗം ദേവിയുടെ വിളയാട്ടമാണ്, അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹമാണ് എന്നൊക്കെയുള്ള വിശ്വാസവും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ രോഗത്തെ ഭയക്കേണ്ടതില്ല, അത് അമ്മയുടെ അനുഗ്രഹമാണ്, അമ്മ തന്നെ അത് ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം സമൂഹത്തിൽ എത്തിക്കുക എന്നത് തന്നെയാണ്. ഭയമാണ് പലപ്പോഴും രോഗം മൂർച്ഛിക്കുന്നതിനും അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുന്നതിനും കാരണമാകുന്നത്. ഈ ഭയത്തിൽ പെട്ടുപോകാതെ, ഈ ഭയമാകുന്ന പടുകുഴിയിൽ പെട്ടുപോകാതെ എങ്ങനെ രോഗത്തെ അതിജീവിക്കാം എന്ന പാഠമാണ് ഈ തെയ്യം നമുക്ക് നൽകുന്നത്. അനുഷ്ഠാനം എന്നതിലുപരി തെയ്യം എങ്ങനെയാണ് ജനമനസ്സിനെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ സ്വാധീനിക്കുന്നത് എന്നതിന്റെ പ്രത്യക്ഷ തെളിവാണ് വസൂരിമാല തെയ്യം.
തെയ്യത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഒട്ടനവധിയാണ്. ഇനിയും കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റുകൾ കേവല കമന്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക. അവിടെയാണ് ഈ വീഡിയോന്റെ പൂർണ്ണത. ഒരിക്കൽ കൂടി